ഇനി ആനനൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, അതാണ് വേറെ പ്രശ്നം. ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട് ഒന്നും കഴിയില്ല, പെട്ടെന്നായിരിക്കും ഇനി കാണാം. ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയാണ്. ബൈക്കെല്ലാം ഒരുപാട് വിട്ടി പൊട്ടിച്ചിട്ടുണ്ട് ആന. നീ കണ്ടോ, ഇവിടെ ഒരു ലോഡ് റോഡിന് നടുവിൽ തന്നെ. ഗൈസ്, അങ്ങനെ നമ്മൾ ചേച്ചിമാരോടും ബൈ പറഞ്ഞ് പോവാണ്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മലക്കപ്പാറ വഴി ആതിരപ്പള്ളി റൂട്ട് പോവുകയാണ്. അപ്പം ആ ഒരു ചെറിയ വ്ളോഗ് സംഭവമെല്ലാമായിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഫോറസ്റ്റ് റൂട്ടാണ്. ഞാൻ മുമ്പ് ഇതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട്, അതായത് ഇതിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആതിരപ്പള്ളി മലക്കപ്പാറ ഇങ്ങനെ ഈ റൂട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് ആദ്യമായിട്ടാണ്. ഞാനും സൽമാനും കുറച്ച് മുമ്പ് കൊടൈക്കനാലിൽ നിന്ന് വരുന്ന സമയത്ത് ഈ റൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയും ഈ റൂട്ട് പോകണമെന്ന് വിചാരിച്ച് ഓടി വന്നിട്ടും നമുക്ക് കിട്ടാതെ പോയ റൂട്ടാണ്. സമയം കൊണ്ട് മാത്രം 4:05 4:10 ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയത്. പക്ഷേ 4 മണി കറക്റ്റായി കഴിഞ്ഞാൽ 1 മിനിറ്റ് ആയാൽ പോലും 4:01 ആയാൽ പോലും അവന്മാർ തുറന്നു തരില്ല ബൈക്കിന്. അതങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അതിന് കാരണം ഞാൻ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഏർലി മോർണിംഗ് ആയതുകൊണ്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, അവിടെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ ഇന്ന് ആ ഒരു വാട്ടർഫാളെല്ലാം കവർ ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതുവരെ ചെക്ക് പോസ്റ്റിൽ റെസ്റ്റ് എടുക്കുമായിരുന്നു, ഫോണെല്ലാം ചാർജാക്കി ഇങ്ങനെ ഇറങ്ങിയാണിപ്പോൾ. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ പക്ക ഫോറസ്റ്റ് റൂട്ടായിരിക്കും. കോടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയത്ത്, അതായത് ഈ ഒരു മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ഞാൻ എത്തിയപ്പം ഫുള്ളി ഒരു വെയിൽ സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് ഫോണിൽ ചാർജ് ആവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം കോടങ്ങനെ വന്ന് കയറി. ആഹാ, നമ്മളൊരു ഫോറസ്റ്റിലോട്ട് എൻ്റർ ആയ പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. ആ ഒരു ഫോറസ്റ്റിലെ ചീവീടുകളുടെ ശബ്ദവും അങ്ങനെയുള്ള സംഭവം അടിപൊളിയായിട്ടോ. കാരണം ഞാൻ മുമ്പ് ഇവിടെ വന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഈ ഒരു റൂട്ട് കവർ ചെയ്ത് വന്നപ്പം അവിടെ ഇവിടെയും പോയി മുള്ളിയതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ അന്നൊന്നും റോഡ് ഇങ്ങനെ ആയിരുന്നില്ല. അന്നൊക്കെ ഇവിടെ ഫുള്ളി പൊളിഞ്ഞ റോഡായിരുന്നു. അപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല റോഡ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ സോ ഹാപ്പി ഗൈസ്. വണ്ടിക്കും പ്രശ്നമില്ല, ഡ്രൈവ് ചെയ്യുന്ന നമുക്കും പ്രശ്നമില്ല. നൈസായിട്ട് സ്മൂത്തായിട്ട് പോവാം. അയ്യോ, സെറ്റാണ്. വാവ്, ഹെയർ പിൻ പെൻസെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ കേട്ടോ. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ പുലി ഇറങ്ങാറുണ്ട്, അതുപോലെ ആന ഇറങ്ങാറുണ്ട്. ആന ബൈക്കായാലും കാറായാലും എല്ലാം ചവിട്ടി നശിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്പോട്ടാണ്. ഇതേ താഴോട്ടുള്ള റൂട്ട് ഇവിടുന്ന് കാണുന്നുണ്ട്. പെരുമ്പാറ, തമിഴ്നാട് പിള്ളേർ. ഇവന്മാർക്കൊരു കൂസലും ഇല്ല കേട്ടോ. ഇവന്മാർക്ക് ഹെൽമെറ്റും വേണ്ട, വണ്ടിയിൽ നമ്പറും വേണ്ട. ഞാൻ ഈ ഒരു ട്രിപ്പിൽ കുറേ കണ്ടിട്ടുണ്ട്. പുതിയ വണ്ടിയായിരിക്കും, V3 ആയാലും അങ്ങനെയുള്ള വണ്ടികളെല്ലാം നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാണ്ട് പോണേ. അവരെ സംബന്ധിച്ച് അവർക്കതൊരു പ്രശ്നമല്ല, അവർക്ക് അങ്ങനെയാണ്. അവരുടേതായിട്ടുള്ള ആ ഒരു രീതിക്കാണ് അവർ പോലീസുകാർ കാണുന്നത്. അതാണ് വേറെ കോമഡി. അതിപ്പോൾ നമ്മളെ ഒരു കേൽ വണ്ടി ആണെങ്കിൽ ചിലപ്പോൾ പിടിച്ചിട്ട് ചോദ്യം ചെയ്യും. പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു രീതിക്ക് അങ്ങനെയാണ്, അവരങ്ങനെയാണ് എന്നുള്ളൊരു കോലത്തിൽ തന്നെയാണ് പോലെ കാണുന്നത്. അപ്പോൾ നമ്മളെ ഫോറസ്റ്റ് റോഡിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ടു അവേഴ്സ് കൊണ്ട് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തണം. അവിടെ ചെക്ക് പോസ്റ്റിൽ 2 മണിക്കൂർ കൊണ്ട് എത്തണം. അതിനിടയിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈ ഒരു എൻട്രി എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും കറക്റ്റ് മനസ്സിലായിട്ടില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണമായിരിക്കും മിക്കവാറും ഇതിനുണ്ടാവുക. കാരണം നമ്മൾ ഇതിനുള്ളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും നമ്മൾ നിർത്തുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ്. മുമ്പ് ഞാൻ ഈ റൂട്ട് RCയിലാണ് വന്നത്. അടിപൊളിയായിരുന്നു റൂട്ട്. അന്ന് ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള റോഡൊന്നും അല്ലായിരുന്നു, കുറച്ച് മോശമായിരുന്നു. ആ ഒരു സമയത്തും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഉണ്ടായത്. അതായത് റോഡിൻ്റെ പണി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മഴ വന്ന പോലുള്ളൊരു ഫീലിങ്സൊക്കെ അവിടെയും ഇവിടെയൊക്കെ റോട്ടിൽ കാണുന്നുണ്ട്, നനഞ്ഞിട്ടുള്ള. എന്തായാലും നല്ലൊരു തണുപ്പ് ഫീൽ തന്നെ വന്നിട്ടുണ്ട്. ഈ കണ്ടാൽ നിർത്തി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നുന്ന അടിപൊളി ലൊക്കേഷൻസ് ഒരുപാടുണ്ട്. ഒരു ഡാമിൻ്റെ വ്യൂ പോയിന്റ് ഉണ്ട്, അതുപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ഭയങ്കര നൈസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഭയങ്കര രസമുണ്ട്. ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഈ ഫോറസ്റ്റ് റൂട്ട് കവർ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ത്രില്ലാണ്. ഫുൾ ടൈം ഇങ്ങനെ നമ്മൾ ഓണായി നിൽക്കണം, ഒരു ചടപ്പില്ലാതെ നിൽക്കണം, ഓണായി നിൽക്കണം.
അപ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. എൻ്റെ കാര്യങ്ങൾ എന്നോട് തന്നെ പറയാനൊക്കെ ഉള്ളൊരു അടിപൊളി സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് കാടും കൂടെ ആകുമ്പോൾ വേറെ വണ്ടികളൊന്നും ഇല്ലാത്തപ്പം സമാധാനമായിട്ട് പോവാം. നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു കാടിനകത്തോട്ട് എൻ്റർ ആയിട്ടുണ്ട്. പക്ഷേ പേടി അതല്ല, നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ളതാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ഓരോരുത്തർ വരും, അതുതന്നെ ഉള്ളൂ. ഞാൻ പോകുന്ന വഴിയിൽ മറ്റാരും ഇല്ല ഗൈസ്. സംഭവം സാറ്റർഡേ ആണെങ്കിലും ഒരു വണ്ടി മുന്നിലുണ്ട്, ഒരു എന്താ പറയുക ഷവർലെറ്റിൻ്റെ ടവേര, വേറൊന്നും ഇല്ല ഗൈസ്. ഓ സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഇവന്മാരെല്ലാം പറയുന്ന അത്രയ്ക്ക് ഡേഞ്ചറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പറയാൻ പറ്റില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് ഡേഞ്ചറൊന്നും അല്ലെങ്കിൽ അവന്മാർ അങ്ങനെ പറയൂല്ലല്ലോ. അതൊക്കെയാണ് എൻ്റെ തിങ്സ്. കാരണം ഞാനിതിൽ പോയിട്ട് ഒന്നും കണ്ടില്ല. നമ്മളിങ്ങനെ ത്രില്ലടിപ്പിക്കും ചിലവർ, ഇതുപോലെ അവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയയാണ്, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പോകുമ്പോൾ ഒരു തേങ്ങയും കാണൂല, അതാണ് ഉണ്ടാവാറ്. ഇപ്പം അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ആതിരപ്പള്ളി ആ ഒരു സൈഡിൽ ഒരു ഫോർച്യൂണർ ആന ചവിട്ടി എരപ്പാക്കിയാണ്ട് ആകെ കൊളാക്കി വെച്ചെന്ന്. അപ്പം അങ്ങനെയുള്ള സംഭവമൊക്കെ നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ വരുമ്പോൾ ഒന്നും കാണാത്തതാണ് സംഭവം. എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതി ഇനിയെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. കാണുമോ ഇല്ലേ നിങ്ങൾ പറ, ജസ്റ്റ് കമൻറ്റ് ബിലോ ഗൈസ്. എന്തെങ്കിലും കാണുമോ നമ്മൾ ഇന്ന്? ആനയെ അറ്റ്ലീസ്റ്റ് ഒരു കാട്ടുപോത്തിനെങ്കിലും കാണുമോ? എന്താ എല്ലാവരും പതുക്കെ പോണ്? ഇത് തമിഴ്നാടും കർണാടകയൊക്കെയാണ്. ഈ ഒരു ട്രിപ്പിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തുടക്കം തൊട്ടേ ഫുള്ളി ക്ലൈമറ്റ് സെറ്റാന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ് ഒന്നും അല്ലെങ്കിലും നമുക്കൊരു ഡിസ്റ്റർബൊന്നും ഇല്ലാത്ത രീതിക്കുള്ളൊരു ക്ലൈമറ്റാണ്. അതായത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിക്ക്. ഭയങ്കര വെയിലായി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ തല എന്താ പറയുക ഹെൽമെറ്റിനകത്ത് കിടന്ന് ചൂടായിട്ട് ഡീഹൈഡ്രേറ്റ് ആവും. നമ്മളിങ്ങനെ ഒരു മന്ദപ്പ അവസ്ഥയ്ക്ക് പോകും, ഒന്നിനൊരു മൂടില്ലാത്ത കോലത്തിൽ. ഇന്നലെ വരുന്ന സമയത്ത് അങ്ങനെയല്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു തണുത്ത ഒരു കുളിരിങ്ങനെ അടിക്കുന്ന കോലത്തിലുള്ള. അതായത് നമ്മൾ രാത്രി റൈഡ് ചെയ്യില്ല, അതുപോലെ തന്നെ ആയിരുന്നു ഡേ ടൈമോ. വെയിലൊന്നും അത്രയ്ക്കില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാണണം, അതുപോലെ എന്തെങ്കിലും കാണുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ പോവാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതിയായിരുന്നു ഗൈസ്, അപ്പോഴല്ലേ വീഡിയോക്കൊക്കെ ഒരു ഹരം ഉണ്ടാവുള്ളൂ. ആനപ്പിണ്ടം പോലും കണ്ടിട്ടില്ല ഇതുവരെ വന്നിട്ട്. മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആനകളെല്ലാം ഉറങ്ങുവാണോ? എണീറ്റ് വാടാ. താർ റോക്സ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ പരിസരത്തെല്ലാം പുലി ഇറങ്ങുന്നതായിട്ട് അവിടുത്തെ ഏച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സമയം ബ്രേക്ക് എടുത്ത സമയത്ത് അവിടുത്തെ ഒരു ഷോപ്പ് കീപ്പറൊക്കെ ആയിട്ടുള്ളൊരു ഏച്ചി വീട്ടിലോട്ട് പോകുന്ന സമയത്തൊക്കെ ആയിട്ടും ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു റൂട്ടൊക്കെ എനിക്ക് ഒരു ഓർമ്മ ഇങ്ങനെ വരും കേട്ടോ, മുമ്പ് പോയതുപോലുള്ളൊരു. ഇവന്മാരല്ല നമ്മളെ മുന്നേ വിട്ടിട്ട് ആദ്യം നമ്മളെ പുലിക്ക് കൊടുക്കുകയാണോ? കാറിൽ മാമന്മാർ കണ്ടോ അടുത്തത്. നമുക്ക് പ്രശ്നമില്ല. ഗായ്സ് കുറച്ച് ദൂരം കൂടി ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് മഴ ആയിട്ടോ, അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റ്. പക്ഷെ നല്ല മഴ കേട്ടോ. അതെന്താ ഇങ്ങനെ? ഇതുവരെ ഒരു കംപ്ലീറ്റ്ലി കംഫർട്ടായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു, മഴയൊന്നും ഇല്ലാതെ കോടയ്ക്ക് കോട എല്ലാം കിട്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഇതേ മഴ വന്നു. മഴ സീനാണ് ഗൈസ്. നമ്മളെ ക്യാമറൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. നമുക്ക് കുറച്ച് സമയം ഇവിടെ നിന്ന് ഡാമിൻ്റെ വ്യൂ എല്ലാം ആസ്വദിക്കാം, എന്നിട്ട് പതുക്കെ ഇവിടെ നിന്ന് എടുക്കാം. റെയിൻകോട്ടെല്ലാം പുറത്തെടുത്ത് വെക്കാം. എന്നാൽ എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡാമിൻ്റെ വ്യൂ. അവിടെ ഒരു ഇന്നോവ പഞ്ചറായി ഗൈസ്, 2 വീല് പഞ്ചറായി. ആകെ സീൻ. എന്ത് ചെയ്യും? ഈ റേഞ്ചും ഇല്ല, അതുപോലെ സ്റ്റെപ്പിനി ആണെങ്കിൽ ഒറ്റൊരു ടയറേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഗൈസ്? ഇൻസ്റ്റ സീനാട്ടോ. ഇതിൻ്റെ ബട്ടൺ കംപ്ലൈൻ്റ് ആയത് കാരണം ഒട്ടും മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഡാമിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഏത് ഡാമാണ്. ഞാൻ ജസ്റ്റ് നോക്കട്ടെ കേട്ടോ ഫോണിൽ കാണാൻ പറ്റുമോ എന്ന്.
ഇനി ആനനൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, അതാണ് വേറെ പ്രശ്നം. ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒന്നും കഴിയില്ല, പെട്ടെന്നായിരിക്കും ഇനി കാണാം. ഇതുവരെ കുറച്ച് ദൂരത്തുനിന്നേലും കാണാൻ പറ്റിയേനെ. അത്യാവശ്യം മഴയുണ്ട്, കോടയും ഇറങ്ങിയിട്ടുണ്ട് വഴികളിലെല്ലാം. കോട ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ വേറെ രസമാണ് വഴികളെല്ലാം. ഇതേ ആനപ്പിണ്ടാണോ? അല്ല, പുല്ലാണ്. ശ്രദ്ധിച്ച് പോന്നോളിട്ടോ, കാരണം ആനവണ്ടിയൊക്കെ വരുന്ന സ്പോട്ടാണ്. അവന്മാരൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. അവന്മാരുടെ റൂട്ട് അങ്ങ് പോവും, നമ്മൾ വേണം മാറി നിൽക്കാൻ. ഗൈസ്, അപ്പോൾ ഇത് പെൻസ്റ്റോക്കിൻ്റെ എന്താ പറയുക വാൾവാണ്. അതായത് ഈ പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഡാമിൽ നിന്ന് ഇതുപോലെയുള്ള പൈപ്പിന് വെള്ളം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാധനത്തിനാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുക. അപ്പോൾ ഈ പെൻസ്റ്റോക്കിൻ്റെ വാൾവാണ്, അതായത് ആ ഒരു സംഭവം ഓണാക്കുന്ന ഓഫാക്കുന്നൊക്കെ ഒരു ചെറിയ ഓഫീസ് പോലുള്ള സെറ്റപ്പാണത്. നമ്മളെ മൂന്നാറിലൊക്കെ ഉണ്ടാവും ഇതുപോലെ, മൂന്നാറിൽ പോകുന്ന സമയത്ത് കാണാം. ഞാൻ ഇത്രയും നേരം ഇവിടെയല്ലേ നിന്നേ, ഇവിടെ ഫുള്ള് ആനപ്പിണ്ടാവും. അല്ലോ, ഒരു മനുഷ്യല്ലാതെ ഒറ്റയ്ക്ക് നിന്ന്. ചില തടികളെല്ലാം ഇതുപോലെ വേറിട്ട് നിൽക്കുന്നുണ്ടാവും. ഇപ്പം വീയും എന്ന് പറഞ്ഞിട്ട്. നല്ല കോടയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, റൂട്ട് നല്ല രസമുണ്ട്. മഴ അങ്ങ് വന്ന് പോയതിന് ശേഷം കോട കയറിയിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ടോ, ഫുള്ളി ആനപ്പിണ്ടോ. അതാണ് പറഞ്ഞത്, ഇവിടെ നല്ല മൃഗസാന്നിധ്യമുള്ള ഒരു ഏരിയ ആണ്, കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ്. ബൈക്കെല്ലാം ഒരുപാട് ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് ആന. നീ കണ്ടോ, ഇവിടെ ഒരു ലോഡ് റോഡിന് നടുവിൽ തന്നെ. ഈ ബോർഡെല്ലാം കണ്ടോ ചവിട്ടി പൊട്ടിച്ചിട്ട്, അതായത് സിഗ്നേച്ചർ ബോർഡുകളുണ്ടാവുമല്ലോ ട്രാഫിക് റൂൾസുകളുള്ള, അപ്പോൾ അതെല്ലാം ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട്. അവന്മാർ പിന്നെ ഉണ്ടാക്കും, അവന്മാരത് ചവിട്ടി പൊട്ടിക്കും. അതാണ് ഉണ്ടാവുക മിക്കവാറും ഈ ഒരു ഏരിയയിലെല്ലാം. അങ്ങനെയുള്ള ബോർഡുകളെല്ലാം വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള വെക്കണം. ഇതേ കണ്ടോ, അവിടെയുണ്ട് ആനപ്പിണ്ടോ. എനിക്ക് പേടിയാവുന്നു ഇതൊക്കെ പാടെ കാണുമ്പോൾ. ഇതേ കണ്ടോ, ഇവിടെയും. അല്ലോ, തനിച്ചാണ് ഗൈസ്, മറ്റാരും ഇല്ല ഗൈസ്. നമ്മളെ ഫ്രണ്ടിലും ഇല്ല, ബാക്കിലും ഇല്ല. ഇപ്പോൾ ഹോണെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ഇതുപോലുള്ള വഴികളിലൂടെയൊക്കെ മൃഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നൊരു മൃഗം വന്നാൽ എന്ത് ചെയ്യും? ആനപ്പിണ്ടം ഇവിടെ നിറയുണ്ട് കേട്ടോ. ഈ ഒരു ലാസ്റ്റിക്ക് എത്തിയ പിന്നെ പേടിച്ചു. ഞാൻ വിചാരിച്ച് നല്ല മൃഗം ഉണ്ടായിട്ട് നിർത്തിയാണോന്ന്. അയ്യോ, നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ഓൾമോസ്റ്റ് ആ ഒരു എൻഡ് പോർഷനിൽ എത്താറായോ എന്നൊരു ഡൗട്ടുണ്ട്. ഇതും കൂടി കഴിഞ്ഞിട്ട് വേറൊരു അനദർ എന്താ പറയുക ഒരു പാലുണ്ട് കേട്ടോ, നല്ല രസമുള്ള. ഗായ്സ്, റോഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ലോഡ് ഇതേ കണ്ടോ ആനപ്പിണ്ടം. നല്ല ഫ്രഷ് സാധനമാണ്. ഒരു ലോഡ് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. നല്ലോണ്ട്, നല്ല സ്മെല്ലും, ഭയങ്കര സ്മെല്ലും. ആനകൾ അതിൽ പോയിട്ടുണ്ട്. പക്ഷേ ഒരു ജസ്റ്റ് ചെറിയ സമയങ്ങൾ എന്താ പറയുക മാറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു കോലത്തിലാണ് ഇവിടെ കണ്ടോ, ഫുള്ളി ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇത്രയ്ക്കും എന്താ പറയുക ഭാഗ്യമില്ലേ. പക്ഷെ ആന ഇറങ്ങി വരുന്ന ഒരു സ്പോട്ടെല്ലാം വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എല്ലാം ചവിട്ടി മണ്ണെല്ലാം പൊടിച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. മിക്കവാറും ഇവർ കൂടുതലായിട്ട് ഇറങ്ങുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇവിടെ ക്ലോസ് ആയിട്ട് ആ ഒരു സമയത്തുള്ള എന്താ പറയുക അവരുടെ ആനപ്പിണ്ടങ്ങളാവും കൂടുതലും റോട്ടിൽ കാണുന്നതെന്ന് ഒക്കെ തോന്നുക. മനസ്സിനെ സമാധാനിപ്പിക്കുക അതൊക്കെ പറഞ്ഞാണ്ട്. അല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒരു ആനനെ പോലും. ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പാലം.
നൈസ് പാലം. എങ്ങനെയുണ്ട്? കാട്ടിനുള്ളിൽ കാട്ടിന് നടുവിലൊരു പാലം. ഇവിടെ നിന്നായിരുന്നു കുറേ മുമ്പ് അന്ന് നമ്മൾ വന്ന സമയത്ത് RC വീഡിയോ ഒക്കെ എടുത്ത് പോയേ. ഇനി കാണാൻ ചാൻസ് കുറവാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആ ഒരു ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിനുള്ളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഈ അതിരപ്പള്ളി ആ ഒരു സൈഡ് വരെ ആനകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് നേരെ പോയിട്ടാണ് ഈ ഒരു അതിരപ്പള്ളി വെള്ളച്ചാട്ടമായിട്ട് മാറുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കുറേ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ചുരം പോലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാണ് ഇനി അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ബലമായ ഡൗട്ട്, ഈ ഒരു വെള്ളം നേരെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സംഭവമാണെന്ന്. ഇതേ കണ്ടോ പോത്തുകളെല്ലാം. വാഴച്ചാൽ സ്കൂളാണ്, LP സ്കൂള്, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് അതിരപ്പള്ളിയാണ്. കണ്ടോ ഇവിടെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മുടെ ഈ ഒരു സ്ലിപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ അങ്ങ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുക. സ്ലിപ്പ് എവിടെയോ വെച്ചത് പടച്ചോനെ, പോയിട്ടുണ്ടാവില്ല, ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട്. പാസ് അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതേ ഇതാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള സ്ലിപ്പ്. കണ്ടോ 12:54. നമുക്ക് 2:54 ഇവിടെ കയറണം. പക്ഷെ 10 മിനിറ്റോളം. സാർ അങ്ങനെ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റും എൻ്ററായി. ഈ ഒരു സംഭവം കണ്ടോ, വെള്ളം നമ്മൾ അവിടെ നിന്ന് കണ്ട ഒരു അവിടെ നിന്ന് ക്രോസ് ചെയ്ത ഒരു റിവർ, അതിങ്ങനെ വന്നിട്ടാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടമായി മാറുന്നത്. ഓക്കെ, ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഞാൻ വണ്ടി ഇതേ അവിടെ നിർത്തിയിട്ടിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നല്ല തിരക്കാട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്ന് ഉള്ളിലോട്ട് കയറുകയാണ്. ഈ ഒരു ടിക്കറ്റ് കൊണ്ട് നമുക്ക് വാഴച്ചാൽ വാട്ടർഫാളിലും കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ 2 സ്പോട്ടുക്കും ഈ ഒരു ടിക്കറ്റ് മതി. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഇതുപോലെ നടന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റാണ് ആ ഒരു വെള്ളച്ചാട്ടം. ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ. ഇതുപോലുള്ള എനിക്ക് തോന്നുന്നു നമ്മളെ മറ്റേ പടം ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ, പേര് ഞാൻ മറന്നു. ഒരുപാട് മൂവികൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കൂടെ ആണ് ഇത് നമ്മളെ ബാഹുബലി. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് എത്തിട്ടോ. എങ്ങനെയുണ്ട് എനിക്ക് ഇവിടെ എല്ലാം ഇതുപോലെ കയറ് കെട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ചതുപ്പ് പോലുള്ള സ്ഥലം ആയതുകൊണ്ടാവാം അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. കണ്ടോ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് നോക്കിക്കേ. ഭയങ്കര ചെളിവെള്ളം കേട്ടോ. ഗൈസ് അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. ഞാൻ കാണിച്ചു തരാം. പുള്ളി ഭയങ്കര തിരക്കാണ്. ഒന്നാമത് നമ്മൾ ഈവനിങ് സമയം ആയതുകൊണ്ട് എന്താ പറയാ, ഈവനിങ്ങും ഇറങ്ങുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു പോണേണ്.
അത്രയും കാട്ടിനുള്ളിലൂടെ വന്നിട്ടും നമ്മളൊരു ആനയെ പോലും കണ്ടില്ല. പക്ഷേ അവിടെ നിന്ന് എറണാകുളത്ത് പോകുന്ന റൂട്ടിൽ എനിക്ക് 2 ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് നേരെ എറണാകുളത്തേക്കാണ് പോയത്. കറക്റ്റ് സൺസെറ്റ് ടൈം തന്നെ നമ്മൾ എറണാകുളത്തെത്തി. എറണാകുളത്തെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.